RKFI, രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ, കമൽഹാസന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള RKFIയുടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല നായകനായിട്ട് വരുന്നത്, ശിവകാർത്തികനാണ്. ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത അമരനും RKFIയുടെ പ്രൊഡക്ഷനിൽ വന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ശിവകുമാർ മുരുകേശനാണ് ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. അതിൽ വേറൊരു ഫൺ ഫാക്ടർ ഉണ്ട്. ശിവകാർത്തികേയൻ്റെ പ്രൊഡക്ഷനിൽ വരാൻ പോകുന്ന തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ് ഈ ശിവകുമാർ മുരുകേശൻ എന്ന് പറയുന്ന പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ് ആ സിനിമ. അപ്പോൾ സെക്കൻഡ് ഫിലിമായിട്ട് വരുന്നത് ശിവകാർത്തികനെ തന്നെ നായകനായിക്കൊണ്ട് കമൽഹാസൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന പുതിയ സിനിമയാണ്. കമൽഹാസൻ തൻ്റേതല്ലാത്ത സിനിമകളും കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ RKFI എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരു വാല്യൂ കൂടി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇവർ തൊട്ട് മുമ്പ് ചെയ്ത അമരൻ നല്ല രീതിയിൽ ഒരു ബോക്സ് ഓഫീസിൽ കളക്ഷൻ ആട്ടെ, ആൾക്കാരുടെ ഇടയിലേക്കൊരു ഒരു അഭിപ്രായങ്ങളാട്ടെ, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു ഗംഭീര ചിത്രമായി ഈ സിനിമയും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് സിയോൺ എന്നാണ്. അതിൻ്റെ ഒരു 3 മിനിറ്റ് 51 സെക്കൻഡുള്ള ഒരു വീഡിയോ ഇപ്പം യൂട്യൂബിൽ അവൈലബിൾ ആണ്, റിലീസ് ചെയ്തിട്ടുണ്ട്. RKFIയുടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയാണ് അത് റിലീസാക്കിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടതിന് ശേഷം കൂടുതൽ കാര്യം അതിനെപ്പറ്റി സംസാരിക്കുക. ഇതിനിപ്പോൾ ഷൂട്ട് നടന്നായിരുന്നോ, ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളോ എന്നൊക്കെ ഉള്ളത് എനിക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. സോ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വെൽക്കം ടു സിനി പീഡിക. സിയോൺ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് സന്തോഷ് നാരായണനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം. എന്തായാലും ആദ്യമായിട്ടാണ് തോന്നുന്നു സന്തോഷ് നാരായണൻ ശിവകാർത്തികന് വേണ്ടി മ്യൂസിക് ചെയ്യാൻ പോകുന്നത്. അതൊരു പുതുമയുള്ള കാര്യമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യം സംസാരിക്കാം. വീഡിയോയുടെ പോസ്റ്റർ തംബ്നെയിലൊക്കെ ഗംഭീരമാണ്. സോ ലെറ്റ്സ് റിയാക്ട്. അങ്ങനെ വേണം, സൗണ്ട് വരണം. ശരി, ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞായിരുന്നോ? തിരുവിഴ ഒരു ഉത്സവത്തിന്റെ സമയമാണല്ലോ. ഒരു സീൻ തന്നെ വെച്ചിട്ടുണ്ടോ? ஆட்டோக்காரி மேல லேசர் லைட் அடிச்சு ரீல்ஸ் போட்டுருக்காங்க. அதான் அடிச்சு அரமணி ஆக்கி விட்டுருக்காங்க. ஐயோ முடி வச்சு. நீ பெட்ரோல் கம்பெனி பெரிய இல்ல குட்டியா. இந்த அடிக்கிறாங்க பூரா பையனும். ஏய் ஐயா எங்கடா? உன்னை எதுக்கு அடிச்சாங்க? என்ன நடந்து கேட்டாங்கயா? சொன்னேன். வாய் வாயா குத்திட்டாங்கயா. ஆமா. என்ன நடக்கும்னு சொன்ன? வள்ளி திருமணம்யா. வள்ளி திருமணம். சாமி நாடகத்துக்கு அடிக்கிறான்னா சாமி இல்லன்றவனா? RKFI வாட்சல் சாமி ஆடுறவனே அவன் தான்டா. കമൽഹാസൻ പ്രസൻസ്. സന്തോഷ് നാരായണൻ സ്വാഭാവികം, പുള്ളിയുടെ ടെറിട്ടറിയാണ് ഈ സ്ഥലം. റൂറൽ அருமாத்தூர் நாட்டை தவிர மற்ற எல்லா வேலையும் இருக்காங்கய்யா. ஐயா அவங்களே தாங்க, அவங்க தான் கொட்டடிச்சு பெட்டி தூக்க போறாங்க. கண்டுபிடிச்சு இந்த வரானே துப்பட்டவனே பெட்டி கொடாய் வரப்ப இங்க ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. അത് എന്ത് സംഗതി ഇത്ര വലിയൊരു സീനായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടല്ലേ. അണ്ടർടേക്കർ സന്തോഷ് നാരായണൻ. அவன் பாட்டுக்கு பட்டாளத்துக்கும் போராட்டத்துக்கும் போயிட்டு இருக்கான். வாடா புழுக்கிறாங்க. களி வந்து இறக்க போறான். പട്ടാളത്തേക്കും പോരാട്ടം അതിലെതത് ഉൾക്കുത്തിർക്കുമോ? ദാ വരുന്നു. നൈസ് ഷോട്ടാ. സാമിയ ബിരുമാണ്ടി റഫറൻസിന്റെ കളിയാണല്ലോ. ബിരുമാണ്ടി ഓജി ഈസ് ബാക്ക് എന്നല്ലോ പറഞ്ഞു. സിയോനെ
സിയോനല്ലേ? സിയോൻ. ശിവകുമാർ മുരുകേശൻ വെക്കണ്ടാകട്ടെ. ഒക്ടോബർ റിലീസ്. നൈസ്. നൈസ്. ആക്ച്വലി ഗുഡ്. എനിക്കിഷ്ടമായി. ഒരു സെക്കൻഡ്, അതിൻ്റെ ലാസ്റ്റത്തെ പേരൊന്ന് നോക്കിയോട്ടെ. DOP ചെയ്തിരിക്കുന്നത് വിവേക് വിജയകുമാറും അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സുപ്രീം സുന്ദറുമാണ്. സോ ഒരു രസമുള്ള ഒരു പരിപാടി കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പം തന്നെ ഈ കാണിച്ച 3 മിനിറ്റ് 51 സെക്കൻഡിൽ തന്നെ 2-3 റെഫറൻസ് ശിവകാർത്തികനും അതുപോലെ തന്നെ കമലഹാസനും വെച്ച് പോയിട്ടുണ്ട്. വിരുമാണ്ടി എന്നൊക്കെയുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ശിവകാർത്തികൻ്റെ ലുക്ക് കാണുമ്പോൾ മെർസലിലെ വിജയനെയാണ് ശരിക്കും പറഞ്ഞ ഓർമ്മ വരുന്നത്. ആ ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് ഉണ്ട്. എന്തായാലും കൊള്ളാം. ഒരു വിരുമാണ്ടി ടച്ചുള്ള എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നാലും ആ ഒരു ഫീല് വരുന്ന രീതിയിലുള്ളൊരു പടമായാൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു തമിഴിൽ ഒരുപാട് ഇറങ്ങാറുള്ള ഒരു ടൈപ്പ് ഓഫ് ജോണറുണ്ട്. അതേ പാറ്റേൺ പിടിക്കാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈ സാധനം വന്നാൽ ഗംഭീരമായിരിക്കും. എന്തായാലും ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. ടീസറായിട്ടോ ട്രെയിലറായിട്ടോ ഒന്നും കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ തന്നെ ഈ 3 മിനിറ്റ് 51 സെക്കൻഡിലേക്ക് ഒരു സീനിനെ തന്നെ എടുത്തു വെച്ചത് ആ ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെയും അതുപോലെ തന്നെ ആ ഡയറക്ടറിൻ്റെയൊക്കെ ഒരു വിഷനെ കാണിക്കുന്നൊരു സംഭവം തന്നെയാണ്. എന്തായാലും സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കും എല്ലാം കൂടി ആയപ്പോൾ ആ ഒരു 3 മിനിറ്റ് 51 സെക്കൻഡ് പോയതറിഞ്ഞില്ല. ഒരു ഗംഭീര വിഷ്വൽസും പരിപാടിയും അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു ബിൽഡപ്പും പരിപാടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഒക്ടോബർ മാസം വരെ വെയിറ്റ് ചെയ്യാം. ഒരു നല്ലൊരു സിനിമയായിട്ട് ഇതിനെ മാറട്ടെ. ഒരു ഗംഭീര കരിയർ ബ്ലോക്ക് ബസ്റ്ററായിട്ട് ശിവകാർത്തികൻ ഈ സിനിമ മാറട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. RKFIക്ക് ഒരു ഗംഭീര റിട്ടേൺ ബാക്ക് കിട്ടുന്നൊരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.